ഹലോ ഫ്രണ്ട്സ്, 𝒉𝒆𝒍𝒑𝒇𝒖𝒍 എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പോക്കോ X3 അൺബോക്സിംഗും അതിന്റെ ഒരു ഓവറോൾ റിവ്യൂ ഒക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിന്റെ മുഴുവൻ സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നതായിരിക്കും. പിന്നെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങളോട് സോറി പറയാണ്. നമ്മൾ കുറെ ആയിട്ട് വീഡിയോ ഇട്ടിട്ട് ഒന്നുമില്ല, ജസ്റ്റ് കുറച്ച് തിരക്കുള്ള കാരണമൊക്കെ ആയതുകൊണ്ടായിരുന്നു കുറച്ചൊരു ഗ്യാപ്പ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ മോണിറ്റൈസ് ആയിട്ടുണ്ട്. അതിന് എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് തരികയാണ്. അപ്പോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകുമ്പോൾ ഇതിന്റെ മുഴുവൻ കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ തന്നെ ബെല്ലൈക്കൺ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ. ഗൈസ്, അപ്പോൾ നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോവാണ്. മുകളിലായിട്ട് പോക്കോ ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ സെൻട്രലായിട്ട് X3 എന്ന് കൊടുത്തിട്ടുണ്ട്. അതിന്റെ താഴെ റിയാലിറ്റി ഫ്ലോ 120 ഹെർട്സ് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അതിന്റെ റിഫ്രഷ് റേറ്റ് ആണ് അവിടെ അവർ കൊടുത്തിട്ടുള്ളത്. പിന്നീട് താഴത്ത് മേഡ് ഇൻ ഇന്ത്യ നമ്പർ 1 ക്വാളിറ്റി എന്നുള്ള സംഭവങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ ബോക്സിന്റെ പിൻസൈഡിലുള്ള കുറച്ച് സ്പെക്കും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് നേരെ അൺബോക്സ് ചെയ്തിട്ട് എന്തൊക്കെ ഉള്ളിലുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാം. അപ്പോൾ ബോക്സിന്റെ പിൻസൈഡിലോട്ട് നോക്കുകയാണെങ്കിൽ Qualcomm Snapdragonന്റെ 732G ചിപ്സെറ്റ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ 6000 mAh ബാറ്ററി കപ്പാസിറ്റി വരുന്നുണ്ട്. അതോടൊപ്പം 33 വാട്ട് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ചാർജർ ബോക്സോടൊപ്പം ലഭ്യമാണ്. നമുക്കറിയാം, ഇപ്പോൾ iPhone 12 1,60,000 രൂപ കൊടുത്ത് വാങ്ങിയാൽ പോലും ചാർജർ അതിന് കൊടുക്കുന്നില്ല. അപ്പോ ചാർജർ ഉണ്ട് എന്നുള്ളതൊരു ബെനിഫിറ്റ് ആയിട്ട് കാണേണ്ട ഒരു അവസ്ഥയുണ്ട്. പിന്നീട് അതുപോലെ തന്നെ റിയർ ക്യാമറ മെയിൻ ക്യാമറ ആയിട്ട് വരുന്നത് 64 മെഗാപിക്സൽ ആണെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. AI ക്വാഡ് ക്യാമറ സെറ്റപ്പ് ആണെന്നുള്ള കാര്യം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ട് ക്യാമറ 20 മെഗാപിക്സൽ ഇൻ സ്ക്രീൻ ആണെന്നുള്ള കാര്യവും അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നീട് 120 ഹെർട്സ് റിഫ്രഷ് റേറ്റിന്റെ കാര്യം പറയുന്നുണ്ട്. ഫുൾ HD+ ഫുൾ സ്ക്രീൻ ഡിസ്പ്ലേ ആണെന്നുള്ളതും അവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കയ്യിലുള്ളത് 6GB 128GB വേരിയന്റ് ആണ്. ഷാഡോ ഗ്രേ എന്ന് പറഞ്ഞ കളറാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ ഇനി കൂടുതൽ പറഞ്ഞ് ലാഗടിപ്പിക്കാതെ നമുക്ക് നേരെ ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കാം. ബോക്സ് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ തന്നെ ഒരു കുഞ്ഞു ബോക്സ് അതിൽ ലഭ്യമാണ്. അതിൽ പോക്കോ ബ്രാൻഡിങ് കൊടുത്തിട്ട് നമ്മുടെ സാധാ പോക്കോ ഡിവൈസുകളിലൊക്കെ കാണുന്ന ചെറിയ ബോക്സ് ഉണ്ട്. അതിൽ സിം ഇജക്ടർ പിൻ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഒരു TPU കേസ്, പിന്നെ ഇതിന്റെ യൂസർ ഇൻഫർമേഷൻ. ഇതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് ആ കേസിനെ ഒന്ന് നോക്കാം. കേസ് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള നല്ലൊരു കേസാണ്. നമുക്ക് ഏതായാലും ഇത് ഫോണിലൊന്ന് ഇട്ടിട്ടൊക്കെ കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിരുന്നതായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് ഡിവൈസ് പുറത്തോട്ട് എടുക്കാം. അടുത്ത ഡിവൈസ് ആണ് വരുന്നത്. ഇപ്പൊ നമ്മൾ ഫോൺ പുറത്തോട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പിന്നീട് ഫോണിലോട്ട് വരാം. അപ്പൊ ഇതൊക്കെ ഒന്ന് മാറ്റി വെക്കാണ്. ഇനി ഇതിന്റെ അകത്ത് വരുന്നത് ഒരു ചാർജിങ് കേബിൾ ആണ്. നമ്മുടെ C-type കേബിൾ ആണ് വരുന്നത്. പിന്നീട് അതുപോലെ തന്നെ 33 വാട്ടിന്റെ ഒരു അഡാപ്റ്ററും ലഭ്യമാണ്. അപ്പൊ ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഫോൺ ഒന്ന് ബൂട്ട് ചെയ്ത് നോക്കാം. ഗൈസ്, അപ്പൊ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഫോണും കേസും ഉണ്ട്. ഇനി ആദ്യം ഫോണിന്റെ ഒരു ഓവറോൾ ലുക്കൊക്കെ നോക്കിയിട്ട് പിന്നെ നമുക്ക് കേസ് ഇട്ടിട്ട് എത്രമാത്രം ക്വാളിറ്റി കേസ് ആണ് എന്നുള്ള കാര്യം ചെക്ക് ചെയ്യാം. ഫോണിന്റെ ഒരു ഓവറോൾ ലുക്ക് നോക്കുകയാണെങ്കിൽ ബാക്ക് ക്യാമറ ക്വാഡ് ക്യാമറ സെറ്റപ്പ് ആണ് വരുന്നത്. ഈ സ്റ്റിക്കറും നമുക്കൊന്ന് പീൽ ചെയ്ത് കളയാം. ബാക്ക് ക്യാമറ ക്വാഡ് ക്യാമറ സെറ്റപ്പ് ആണ് വരുന്നത്. ഇവിടെ വലുതായിട്ട് പോക്കോന്റെ ഒരു ബ്രാൻഡിങ് ഉണ്ട്. ഇത് എനിക്ക് അത്ര രീതിയിൽ അങ്ങ് ഇഷ്ടപ്പെട്ടിട്ടില്ല. എല്ലാവർക്കും അങ്ങനെ ആയിക്കൊള്ളണം എന്നില്ല. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. പിന്നെ സൈഡിലോട്ട് നോക്കുകയാണെങ്കിൽ ഫിംഗർ പ്രിന്റ് മൗണ്ട് ആയിട്ടുള്ള പവർ ബട്ടൺ വരുന്നുണ്ട്. അതിന്റെ തൊട്ട് മേലായിട്ട് വോളിയം റോക്കേഴ്സ് വരുന്നുണ്ട്. നേരെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ സിം ട്രേ വരുന്നുണ്ട്. അപ്പൊ അതൊന്ന് ഞാൻ എജക്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പൊ നമുക്ക് ഹൈബ്രിഡ് ആണോ അതോ നമ്മുടെ ഡെഡിക്കേറ്റഡ് സ്ലോട്ട് ആണോ വരുന്നതെന്ന് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് കാണാം, ഇപ്പൊ നമുക്ക് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള സ്ലോട്ട് എങ്ങനെയാന്ന് വെച്ചാൽ 2 സ്ലോട്ടാണ്. അതായത് ഒന്നെങ്കിൽ 2 സിം ഇടാം, അല്ലെങ്കിൽ ഒരു സിം ഒരു മെമ്മറി എന്നുള്ള രീതിയിൽ ഇടാൻ സാധിക്കുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ഇതുള്ളിലോട്ട് തന്നെ ഇടാം. നമ്മൾ താഴ്ഭാഗത്തോട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും ഈ തലക്കലായിട്ട് നമ്മുടെ സ്പീക്കർ കാണാം. അതിന്റെ തൊട്ടടുത്തായിട്ട് മൈക്രോഫോൺ കാണാം. അതിന്റെ നേരെ ഇപ്പുറത്ത് C-type പോർട്ട് കാണാം. അതുപോലെ തന്നെ ഓഡിയോ ജാക്കും കാണാം. ഇനി നമ്മൾ മുകൾ ഭാഗത്തോട്ട് നോക്കുകയാണെങ്കിൽ IR ബ്ലാസ്റ്ററും അതുപോലെ തന്നെ നോയിസ് ക്യാൻസലേഷൻ ഉള്ളൊരു മൈക്കും അവിടെ അവൈലബിൾ ആണ്. പിന്നീട് ഫ്രണ്ട് ക്യാമറ വരുന്നത് 20 മെഗാപിക്സലിന്റെ ഫ്രണ്ട് ക്യാമറ ഡിസ്പ്ലേയുടെ ഒത്ത നടുക്കായിട്ടാണ് വരുന്നത്. അപ്പൊ നമുക്ക് ഇനി TPU കേസ് ഒന്ന് ഇട്ട് നോക്കാം. അതിൽ എത്രമാത്രം ഭംഗി ഇതിനുണ്ട് എന്നുള്ളത് നോക്കാം. അതുപോലെ തന്നെ എത്രമാത്രം ഈ കേസ് പ്രൊട്ടക്ട് ചെയ്യുമെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ കേസ് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. അപ്പൊ ഇതാണ് ഇതിന്റെ കേസ് ഇട്ടിട്ടുള്ള വ്യൂ. കംപ്ലീറ്റ് ആയിട്ട് ഈ ക്യാമറയെ കവർ ചെയ്യുന്നൊന്നുമില്ല. അതായത് ഈ മോൾഭാഗത്തും താഴ്ഭാഗത്തുമായിട്ട് ചെറിയൊരു ഗ്യാപ്പ് വരുന്നുണ്ട്. കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു കേസ് തന്നെയാണ്.
അത്യാവശ്യം നല്ല ഇവിടെ സെൻസറിനെ ഹൈഡ് ചെയ്യുന്നില്ല. അതൊരു വലിയ കാര്യം തന്നെയാണ്. ഞാനിപ്പോൾ എൻ്റെ ഈ പോക്കോ X2ന്റെ ഒരു കേസ് എടുത്തപ്പോൾ, അതായത് നിങ്ങൾക്കറിയാം ഇതിന്റെ മുമ്പ് ഞാൻ പോക്കോ X2 അൺബോക്സ് ചെയ്തിരുന്നു. ഞാൻ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഡിവൈസ് പോക്കോ X2 ആണ്. അപ്പോൾ അതിന്റെ ഒരു കേസ് വാങ്ങിയപ്പോൾ ഞാൻ അനുഭവിച്ച പ്രശ്നമാണ് ഇതിന്റെ സെൻസർ ഹൈഡായി പോകുന്ന ഒരു പ്രശ്നം. അപ്പോൾ ഇതിനാരും കുഴപ്പമില്ല, കാരണം ഈ സെൻസറിന്റെ ഈ ഭാഗം അവർ കട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഇതിന്റെ ഫ്രണ്ട് സ്പീക്കറും സെൻസറും വരുന്നത് ഈ ഒരു ഭാഗത്താണ്. അത് അവർ കറക്റ്റ് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു സംഭവം തന്നെയാണ്. അപ്പൊ ഇത്രയൊക്കെയാണ് നമുക്ക് നമ്മുടെ ഡിവൈസിന്റെ ഒരു ഓവറോൾ ലുക്ക് വരുന്നത്. അപ്പൊ ഇനി നമുക്കിതൊന്ന് ബൂട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഡിവൈസ് ബൂട്ടായി വരുമ്പോഴത്തേക്കും നിങ്ങൾ ഇതിന്റെ മെയിൻ സ്പെസിഫിക്കേഷൻസ് ഒക്കെ ഒന്ന് കണ്ടുവരാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് ഒരു ഓവറോൾ ഐഡിയ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അതിലോട്ട് കിടക്കാം. ഈ ഡിവൈസ് 3 വ്യത്യസ്ത വേരിയൻസിലായിട്ടാണ് വരുന്നത്. അതായത് 6GB റാം, 128GB റോം, അതുപോലെ തന്നെ 8GB റാം, 128GB റോം, 6GB റാം, 64GB റോം വരുന്ന 3 വേരിയൻസിലായിട്ടാണ് വരുന്നത്. ഇതിന്റെ കളർ വേരിയൻസ് നോക്കുകയാണെങ്കിൽ ഷാഡോ ഗ്രേ, കൊബാൾട്ട് ബ്ലൂ എന്ന് പറഞ്ഞ 2 കളറിലാണ് ഇതിന്റെ കളർ വേരിയൻസ് വരുന്നത്. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ മറ്റു സ്പെസിഫിക്കേഷനിലോട്ട് കിടക്കാം. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഡിസ്പ്ലേ തന്നെ തുടങ്ങാം. ഡിസ്പ്ലേ വരുന്നത് 6.67 ഇഞ്ച് ഡിസ്പ്ലേ ആണ്. അതിൽ 1080x2340 റെസൊല്യൂഷൻ വരുന്നുണ്ട്. പിന്നീട് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള ചിപ്സെറ്റ് വരുന്നത് ക്വാൾകോം സ്നാപ്ഡ്രാഗന്റെ 732G ആണ്. ഇതിന്റെ ക്യാമറയുടെ ഭാഗത്തോട്ട് നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് ക്യാമറ വരുന്നത് 20 മെഗാപിക്സലിന്റെ ഒരൊറ്റ ക്യാമറയാണ്. പിന്നീട് റിയർ ക്യാമറയുടെ ഭാഗത്തോട്ട് നോക്കുകയാണെങ്കിൽ ക്വാഡ് ക്യാമറ സെറ്റപ്പ് ആണ് വരുന്നത്. അതിൽ പ്രൈമറി ക്യാമറ 64 മെഗാപിക്സലും പിന്നീട് 13, 2, 2 എന്നിങ്ങനെ മറ്റു 3 ക്യാമറകളും വരുന്നുണ്ട്. ഇതിന്റെ ബാറ്ററി കപ്പാസിറ്റി വരുന്നത് 6000 mAh ആണ്. അത് 33 വാട്ട് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് ചാർജറും ബോക്സിനോടൊപ്പം തന്നെ ലഭിക്കുന്നുണ്ട്. ഇതിന്റെ OS വരുന്നത് Android 10 ആണ്. ഇനി നമുക്ക് ഇതിന്റെ പ്രൈസിന്റെ കാര്യത്തിലൂടെ കിടക്കാം. ഞാനിപ്പോൾ പറയുന്നത് നമ്മുടെ ബിഗ് ബില്യൺ ഡേയ്സിൽ ഉള്ള പ്രൈസ് ആണ്. ഇത് കഴിഞ്ഞാൽ മിക്കവാറും ഇതിന്റെ പ്രൈസ് കുറച്ചുകൂടി കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക. നിങ്ങൾ ബിഗ് ബില്യൺ ഡേയ്സിന് കഴിഞ്ഞാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പക്ഷേ ഈ പറഞ്ഞ വിലയിലായിരിക്കില്ല കിട്ടുക. അപ്പോൾ ഇതിന്റെ 6GB റാം, 128GB റോം വരുന്ന വേരിയന്റിന്റെ വില വരുന്നത് 18,500 ആണ്. അതുപോലെ തന്നെ 8GB റാം, 128GB റോം വരുന്നതിന്റെ വില 20,000-ഉം പിന്നീട് 6GB റാം, 64GB റോം വരുന്നതിന്റെ വില 17,000-ഉമാണ്. സോ ഇപ്പോൾ നമ്മുടെ ഡിവൈസ് ഓണായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് ഇതിന്റെ ഫിംഗർ പ്രിന്റ് സെൻസിറ്റിവിറ്റി അതുപോലെ തന്നെ ഫേസ് അൺലോക്ക് എത്രമാത്രം ഉണ്ടെന്ന് ചെക്ക് ചെയ്യുന്ന സംഭവമാണ്. അപ്പൊ ആദ്യം നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ഇതിന്റെ ഫിംഗർ പ്രിന്റ് സെൻസിറ്റിവിറ്റി തന്നെയാണ്. നിങ്ങൾക്ക് കാണാം വളരെ പെട്ടെന്ന് തന്നെ തുറക്കുന്നുണ്ട്. ഇനി ഫേസ് അൺലോക്ക് എത്രമാത്രം പവർഫുൾ ആണെന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് എത്ര പെട്ടെന്ന് തുറക്കുന്നുണ്ടെന്ന് നോക്കാം. സോ തുറന്നിട്ടുണ്ട്. ഒന്ന് ഓഫാക്കാം. തുറന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് കാണാം ഇത് രണ്ടും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇനി ഇതിന്റെ ക്യാമറയുടെ ഭാഗത്തോട്ട് നോക്കാം. ക്യാമറ എത്രമാത്രം സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് നോക്കാം. അപ്പൊ ഞാൻ ക്യാമറ ഒന്ന് ഓപ്പൺ ചെയ്യാണ്. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് ഇതിന്റെ സൂം എത്രമാത്രം ഉണ്ട് നോക്കാം. ഇപ്പോൾ ഇത് 1x കണ്ടിട്ടുള്ളത്, അതായത് നോർമൽ സ്റ്റേറ്റ് കണ്ടിട്ടുള്ളത്. അപ്പൊ നമ്മൾ സൂം ചെയ്യാണ്. 2 3 4 5 6 7 8 9 10. അപ്പോൾ 10x ആണ് ഇതിന്റെ മാക്സിമം സൂം വരുന്നത്. ഇനി നമുക്ക് ഏറ്റവും കുറവ് എത്രയാണ് നോക്കാം. അതായത് നമുക്ക് വൈഡ് ആംഗിൾ എത്രമാത്രം കിട്ടും എന്നുള്ളത് നോക്കാം. ഒന്ന് മാക്സിമം കുറക്കുകയാണ്. സോ ഇപ്പോൾ 1ന്റെ താഴെ പോയിട്ടുണ്ട്. അപ്പോൾ 0.6x ആണ് ഇതിന്റെ വൈഡ് ആംഗിൾ സംഭവം വരുന്നത്. ഇനി നമുക്ക് ക്യാമറ ഓവറോൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ പോക്കോ X2, പോക്കോ M2 പ്രോന്റെ ഒക്കെ പോലെ തന്നെയാണ് മൊത്തം ഇന്റർഫേസും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇനി നമുക്ക് വീഡിയോ എത്ര റെസൊല്യൂഷനിൽ എടുക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാം. അപ്പോൾ റെയർ ക്യാമറയുടെ വീഡിയോ ക്വാളിറ്റി നിങ്ങൾക്ക് കാണാം. 720p 30fps എടുക്കാം. അതുപോലെ തന്നെ 1080p 30fps എടുക്കാം. പിന്നീട് 1080p 60fps അതുപോലെ തന്നെ 4K 30fps എന്നുള്ള റെസൊല്യൂഷനിൽ നിങ്ങൾക്ക് വീഡിയോസ് എടുക്കാൻ സാധിക്കും. ഇനി നമ്മൾ ഫ്രണ്ട് ക്യാമറയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 720p 30fps അതുപോലെ തന്നെ 1080p 30fps ഈ 2 റെസൊല്യൂഷനിലാണ് ഫ്രണ്ട് ക്യാമറ വെച്ച് നമുക്ക് എടുക്കാൻ സാധിക്കുന്നത്. അതായത് 20 മെഗാപിക്സലിന്റെ ഫ്രണ്ട് ക്യാമറ വെച്ച് എടുക്കാൻ സാധിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇതിന്റെ കുറച്ച് ക്യാമറ ഫുട്ടേജസ് അതുപോലെ തന്നെ വീഡിയോ ഫുട്ടേജ് ഒക്കെ ഒന്ന് കണ്ടുവരാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ സ്റ്റെബിലൈസേഷൻ അതുപോലെ തന്നെ ഇതിന്റെ ഇന്റേണൽ മൈക്കിന്റെ ക്വാളിറ്റി അതൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ അതൊന്ന് കണ്ടുനോക്കുക.
നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് 20 മെഗാ പിക്സൽ ഫ്രണ്ട് ക്യാമറ വെച്ച് എടുത്തിട്ടുള്ള ഒരു വ്ളോഗിംഗ് ഷോട്ടാണ്. അപ്പോൾ എത്രമാത്രം സ്റ്റെബിലൈസേഷൻ ഉണ്ട്, അതുപോലെ തന്നെ സൗണ്ട് ക്വാളിറ്റി എത്രമാത്രം ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇതിന് ഇൻബിൽഡ് മൈക്ക് വെച്ചിട്ടാണ് ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ സൗണ്ട് ക്വാളിറ്റി അതുപോലെ തന്നെ സ്റ്റെബിലൈസേഷൻ മനസ്സിലാക്കാൻ സാധിക്കും. അത്യാവശ്യം നോയ്സ് ഒക്കെ ഉള്ള ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ നടക്കുമ്പോൾ അതിന് എത്രമാത്രം സ്റ്റെബിലൈസേഷൻ കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഇതിൽ മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടായിരിക്കും കരുതുന്നു. പിന്നെ പറയാനുള്ള മറ്റൊരു കാര്യം, ഇപ്പോൾ ആമസോണിൽ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ടിൽ ബിഗ് ബില്യൺ ഡേയ്സ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഈ 4 ദിവസം നിങ്ങൾക്ക് മാക്സിമം ഓഫറുകളൊക്കെ അതിൽ ഉണ്ടായിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും മാക്സിമം ഓഫറുകളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ പർച്ചേസ് ചെയ്യാൻ എന്തെങ്കിലും വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പർച്ചേസ് ചെയ്തിട്ട് ഓഫറുകളൊക്കെ ലഭ്യമാക്കാൻ ശ്രമിക്കുക. അപ്പോൾ അതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കണ്ട ബെൽ ഐക്കൺ ചെയ്യുക. പുതിയ കണ്ടന്റുമായിട്ട് വീണ്ടും